ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ന്യൂ ടെൻസ്. നമ്മൾ ഇന്ന് 6ാം ക്ലാസ്സിലെ കുഞ്ഞുമക്കളുടെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള 6ാമത്തെ ചാപ്റ്റർ ആണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ എല്ലാവരും ഉഷാറായിട്ട് മിസ്സിന്റെ ഒപ്പം വേഗം ഈ ചാപ്റ്ററിന്റെ പേരൊന്ന് വായിച്ചേടാ. എന്താണ് ആ ചാപ്റ്ററിന്റെ പേര്? ഫ്രം അഗ്രികൾച്ചർ ടു ഇൻഡസ്ട്രി, അഥവാ കൃഷിയിൽ നിന്ന് വ്യവസായത്തിലേക്ക് എന്നുള്ളൊരു കുഞ്ഞി പാടാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇഷ്ടമാണോ പഠിക്കാനായിട്ട്? റെഡി ആണോ എല്ലാവരും? യെസ് എങ്കിൽ ഓടിപ്പോയി ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം എന്താ? വേഗം പോയി നിങ്ങളുടെ കയ്യിലുള്ള ടെക്സ്റ്റ് ബുക്കും നോട്ട്ബുക്കും പിന്നെ നമ്മുടെ സ്റ്റഡി മെറ്റീരിയലും കൂടി എടുത്ത് വേഗം വന്നിരുന്നോ. നമുക്ക് സെറ്റ് ആയിട്ടങ്ങ് പഠിച്ചു തുടങ്ങാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നത്? ഓരോ ടോപ്പിക്ക് മിസ് അങ്ങ് പറഞ്ഞു തരും, അപ്പൊ തന്നെ പഠിക്കുക, അപ്പൊ തന്നെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക. സെറ്റ് ആണ്. ഓക്കെ എടാ, അപ്പൊ ഈ ചാപ്റ്ററിൽ എന്താണ് പഠിക്കാനുള്ളതെന്ന് മിസ്സിനോടൊന്ന് ചോദിച്ചേ. ആരെങ്കിലും ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും എടാ ഇത് വളരെ ചെറിയൊരു ചാപ്റ്റർ ആണ്, ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് രണ്ട് കാര്യങ്ങൾ പോട്ടെ 3 കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ അങ്ങ് കഴിഞ്ഞു അല്ലെ. എക്കണോമിക് ആക്ടിവിറ്റീസ് അഥവാ സാമ്പത്തികത്തെ കുറിച്ചും അതിനെങ്ങനെ സാമ്പത്തിക ഘടകങ്ങളെ എങ്ങനെയാണ് തിരിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കണം. അതേപോലെ തന്നെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഈ 2 ടോപ്പിക്കുകൾ കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഭാഗം അങ്ങ് കഴിഞ്ഞു. പിന്നെ ചെറിയ കാര്യങ്ങൾ കേട്ടോ, അതിൽ നിന്ന് അങ്ങനെ ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിച്ചു വന്നിട്ടില്ല. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് അങ്ങ് തുടങ്ങാം. ഓക്കെ നോക്കാം. Why did people start storing and sharing food after they began the farming more? അല്ലെ, അപ്പൊ നമ്മൾ മിസ് ചോദിക്കട്ടെ, നമ്മളിപ്പോ കൃഷി ചെയ്യാൻ തുടങ്ങിയ കാര്യവും കൃഷി ചെയ്ത സാധനങ്ങൾ അവർ എങ്ങനെ സ്റ്റോർ ചെയ്തു എന്നും എങ്ങനെ ഉപയോഗിച്ചു എന്നും ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചാപ്റ്റർ 1 മുതൽ ഇങ്ങനെ പഠിച്ച് വരാണ് അല്ലെ. അപ്പോ ഇപ്പൊ അവരുടെ കൃഷി കൂടി, അവർ നോർമലി ചെയ്യുന്നതിനേക്കാളും സാധാരണയായി അവർ ചെയ്യുന്നതിനേക്കാളും കൃഷി ഇപ്പോ കൃഷി കൂടി കഴിയുമ്പോൾ എന്താണ് അതിന്റെ റിസൾട്ട്? ഒരുപാട് സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും അല്ലെ, അല്ലെങ്കിൽ സാധനങ്ങൾ ഒരുപാട് എന്ത് ചെയ്യാൻ തുടങ്ങി? ഉണ്ടാവാനായിട്ട് തുടങ്ങി. അപ്പൊ അവർ എന്തായിരിക്കും ചെയ്യുക? നിങ്ങളാണ് കൃഷി ചെയ്യുന്നത്, നിങ്ങൾക്ക് ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത് വരാണെങ്കിൽ നിങ്ങൾ അത് എന്ത് ചെയ്യും? യെസ് കുറച്ച് പേരൊക്കെ പറയുന്നുണ്ട് സ്റ്റോർ ചെയ്യും, അതേപോലെ തന്നെ ഷെയർ ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട് അല്ലെ. യെസ്, നമുക്ക് നോക്കാം. ഫാമിംഗ് ഇൻക്രീസ്, സോ പീപ്പിൾ ഗ്രൂ മോർ ഫുഡ്സ് അല്ലെ. അപ്പൊ കൃഷി വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ ആൾക്കാർ എന്ത് ചെയ്യാൻ തുടങ്ങി? കൂടുതൽ ഫുഡ്സ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. They saved the extra food. കണ്ടോ, അവരെന്താ ചെയ്തേ? അധികം വന്ന ഭക്ഷണം പിന്നീടുള്ള കാര്യങ്ങൾക്കായി സൂക്ഷിച്ചു വെച്ചു. കണ്ടോ, അധികമായി എക്സ്ട്രാ വന്ന ഭക്ഷണം അവരെന്ത് ചെയ്തു? പിന്നീടുള്ള ഫ്യൂച്ചർ ആവശ്യത്തിനായിട്ട് സൂക്ഷിച്ചു വെച്ചു. They also shared the extra food with the others who needed. അതേപോലെ തന്നെ ആർക്കാണോ ആവശ്യമുള്ളവർ ആരൊക്കെയാണോ അവരുമായിട്ട് ഈ ഭക്ഷണം ഷെയർ ചെയ്യാനായിട്ടും തുടങ്ങി. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ എക്സ്ട്രാ ഫുഡ് ഒരുപാട് പ്രൊഡക്ഷൻ വന്നു, പ്രൊഡ്യൂസ് ചെയ്ത സാധനം ഇങ്ങനെ അവരിതായി കാണുന്ന രീതിയിൽ എക്സ്ചേഞ്ച് ചെയ്യാനും കാര്യങ്ങളൊക്കെ തുടങ്ങി. അപ്പൊ ഇപ്പൊ ഒരുവിധം നമ്മളിങ്ങനെ ഡെവലപ്പായി വന്നുകൊണ്ടിരിക്കുകയാണ്. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഹൗ ഡിഡ് പീപ്പിൾ സ്റ്റാർട്ട് ട്രേഡിംഗ് വിത്ത് ഫാർ അവേ പ്ലേസസ്? നമ്മൾ പറഞ്ഞു അധികമായിട്ട് വന്ന ഭക്ഷണം അവരിങ്ങനെ മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യാൻ തുടങ്ങി എന്ന് പറഞ്ഞു. എങ്ങനെയാണ് ഈ അധികം വന്ന ഭക്ഷണം അവരെങ്ങനെയാണ് ദൂരദേശത്തുള്ള അല്ലെങ്കിൽ ഫാർ അവേ ഒരുപാട് അകലെ ഉള്ളവരൊക്കെ ആയിട്ട് എങ്ങനെയാണ് ഇവർ ഈ ഫുഡ് ഷെയർ ചെയ്യാൻ തുടങ്ങിയത്? എങ്ങനെയായിരിക്കും? കൊണ്ടുപോയി കൊടുക്കാൻ പറ്റുമോ? പണ്ട് കാലത്ത് നമുക്കിങ്ങനെ തലയിൽ ചുവന്നും അല്ലെങ്കിൽ മൃഗങ്ങളുടെ പുറത്തൊക്കെ വെച്ചും കൊണ്ടുപോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ദൂരം ഒന്നും പോകാൻ പറ്റില്ല അല്ലെ. ഒരു പരിധിയുണ്ട്, ഒരു ലിമിറ്റ് ഉണ്ട്, അത്രേ വരെ നമുക്ക് പോകാനായിട്ട് സാധിക്കുള്ളൂ. എന്നാൽ ഒരുപാട് അകലെയുള്ളവർക്ക് എങ്ങനെയായിരിക്കും ഈ ഭക്ഷണം എത്തിച്ചിട്ടുണ്ടാവുക? നോക്കാം. ട്രേഡ് സ്റ്റാർട്ടഡ് ലോക്കലി ദെൻ സ്പ്രെഡ് ടു അതർ റീജിയൻ. ആദ്യം അവർ തുടങ്ങിയത് ലോക്കലി എന്ന് പറഞ്ഞാൽ എന്താ? പ്രാദേശികമായിട്ട് അടുത്തുള്ള മാർക്കറ്റുകളിലോ ചന്തകളിലോ ഒക്കെ സാധനങ്ങൾ വിൽക്കാനും കാര്യങ്ങളൊക്കെ തുടങ്ങി. പിന്നീട് എന്ത് ചെയ്യാൻ തുടങ്ങി? പതിയെ സാധനങ്ങൾ ഈ പറഞ്ഞ പല സ്ഥലങ്ങളിലേക്ക് എത്തിക്കാനും അവിടെ ഈ സാധനങ്ങൾക്ക് പകരമായിട്ട് കോയിൻസും അതേപോലെ തന്നെ സിൽവർ, ഗോൾഡ്, കോപ്പർ പോലുള്ള കോയിൻസിനായിട്ട് സാധനങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാൻ തുടങ്ങി. അതേപോലെ തന്നെ കരകൗശല വസ്തുക്കളും ടെക്സ്റ്റൈൽസും സ്പൈസസും ഇതെല്ലാം അവർ എന്ത് ചെയ്യാൻ തുടങ്ങി? ട്രേഡ് ചെയ്യാൻ അഥവാ വ്യാപാരം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് നമുക്കവിടെ പഠിക്കാനുള്ളത്. ഓക്കെ, then trade with distant places began. അങ്ങനെ വിദൂര സ്ഥലങ്ങളുമായുള്ള വ്യാപാരം ആരംഭിച്ചു. പുതിയ ട്രേഡ് റൂട്ടുകളും അല്ലെ, പുതിയ വ്യാപാര പാതകളും റൂട്ടുകളും കണ്ടുപിടിച്ചു അവരങ്ങനെ. ഓക്കെ, ഇതാണ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം. അപ്പൊ ഇത് രണ്ടും എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അധികം വന്ന ഭക്ഷണം അവരെന്ത് ചെയ്തു? അവർ സ്റ്റോർ ചെയ്ത് വെക്കുകയും മറ്റുള്ളവരായിട്ട് പങ്കിടുകയും ചെയ്തു എന്ന് പറഞ്ഞു. ഇത് രണ്ടുമാണ് നമുക്ക് അവിടെ പഠിക്കാനുള്ളത്. എന്ത് ചെയ്തു? സ്റ്റോർ ചെയ്ത് വെച്ചു അല്ലെ. എന്താ ചെയ്തത്? അവര് അധികമായിട്ട് വന്ന ഭക്ഷണം അവരിങ്ങനെ സൂക്ഷിച്ച് സ്റ്റോർ ചെയ്ത് പിന്നീടുള്ള ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി വെച്ചു. അതേപോലെ തന്നെ മറ്റുള്ളവരായിട്ട് പങ്കിടാനും തുടങ്ങി. ആർക്കാണോ
വേണ്ട രീതിയിലുള്ള ഫുഡ് കയ്യിൽ ഇല്ലാത്തത് അവരായിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി, ഷെയർ ചെയ്യാനും തുടങ്ങി എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമ്മൾ എക്സ്പാൻഷൻ ഓഫ് അഗ്രികൾച്ചർ അല്ലെങ്കിൽ കൃഷിയുടെ ആ ഒരു എക്സ്പാൻഷൻ അല്ലെങ്കിൽ എങ്ങനെയാണ് കൃഷി ഇത്രയധികം വ്യാപിച്ചത് അല്ലെങ്കിൽ വ്യാപനത്തിന്റെ ഒരു ഫ്ലോ ചാർട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഫ്ലോ ചാർട്ടാണ്. ഈ ഫ്ലോ ചാർട്ട് പഠിച്ചു കഴിയുമ്പോഴേക്കും മിസ് ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് സെറ്റാണ്. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നോക്കിക്കോളൂ, എന്താണ് പറയുന്നത്? എക്സ്പാൻഷൻ ഓഫ് അഗ്രികൾച്ചർ. ആദ്യം എന്താ സംഭവിക്കുന്നത്? കൃഷി ഇങ്ങനെ വ്യാപിക്കുകയാണ് അല്ലെ, ധാരാളം സാധനങ്ങളൊക്കെ അവരിങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാൻ, ഉൽപ്പാദിപ്പിക്കാനൊക്കെ തുടങ്ങി. അപ്പൊ കൃഷി ഇങ്ങനെ വ്യാപിച്ചു, എക്സ്പാൻഡ് ചെയ്തു. അപ്പൊ എന്ത് വന്നു? സർപ്ലസ് പ്രൊഡക്ഷൻ അല്ലെ. സർപ്ലസ് പ്രൊഡക്ഷൻ എന്താ പറഞ്ഞേ? ഒരുപാട് പ്രൊഡക്ഷൻ കൂടുതൽ 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 പ്രൊഡ്യൂസ് ചെയ്തതിൽ നമ്മുടെ ആവശ്യത്തിന് എടുത്തതിന് ശേഷം നമ്മുടെ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടും ബാക്കി ഒരുപാട് സാധനങ്ങൾ ബാക്കി വന്നു. സ്റ്റോറേജ് ഓഫ് ഗുഡ്സ്. ഗുഡ്സ് എന്ത് ചെയ്യാൻ തുടങ്ങി? ഉൽപ്പന്നം അങ്ങനെ 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 വന്നു കഴിഞ്ഞപ്പോൾ ഈ കഷ്ടപ്പെട്ട് പ്രൊഡ്യൂസ് ചെയ്ത് കൃഷി ചെയ്ത് ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ വെറുതെ കളയാൻ പറ്റുമോ? ഇല്ല. അവർ എന്ത് ചെയ്യാൻ തുടങ്ങി? സ്റ്റോർ ചെയ്ത് വെക്കാൻ തുടങ്ങി അല്ലെ. എന്ത് ചെയ്യാൻ തുടങ്ങി? സംഭരണം. അവരെന്ത് ചെയ്യാൻ തുടങ്ങി? ഉൽപ്പന്ന സംഭരണം തുടങ്ങി. പിന്നീട് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് കുറേ നാൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ഇങ്ങനെ ഇരുന്നാൽ ചീത്തയായി പോകും അല്ലെ. ഒരു ലിമിറ്റ് ഉണ്ട്, ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനം ചീത്തയായി പോകും. അപ്പൊ വെറുതെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഒരു 5 കൊല്ലം കഴിയുമ്പോൾ ഉപയോഗിക്കാം, 10 കൊല്ലം കഴിയുമ്പോൾ ഉപയോഗിക്കാം എന്ന് പറയാനായിട്ട് ഇത് കോയിനോ സ്വർണോ അല്ലെങ്കിൽ പൈസയൊന്നും അല്ല. എന്താണ്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളാണല്ലേ. അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ അവർക്ക് തോന്നി ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. എന്ത് ചെയ്യാം? കൈമാറ്റം ചെയ്യാം അല്ലെ. എന്ത് ചെയ്യാന്ന് വിചാരിച്ചു അവര്? എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് കൈമാറ്റം ചെയ്യാമെന്ന് തീരുമാനിച്ചു. ഉൽപ്പന്നം കൈമാറ്റം ചെയ്യാൻ അവർ തീരുമാനിച്ചു. അപ്പൊ അടുത്ത ചോദ്യം വന്നു, കൈമാറ്റം ചെയ്യാൻ സമ്മതിച്ചു. ബാക്കിയായിട്ട് അല്ലെങ്കിൽ ബാക്കി വന്ന സാധനങ്ങൾ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചത് നശിച്ചു പോവാതിരിക്കാൻ കൈമാറ്റം ചെയ്യാം. അപ്പൊ എങ്ങനെയാണിത് കൈമാറ്റം ചെയ്യുക? എല്ലാ വീടുകളിലും പോയി ഇങ്ങനെ വെറുതെ കൊടുത്താൽ മതിയോ? അപ്പൊ എല്ലാവർക്കും ഈ സാധനങ്ങളൊക്കെ ആവശ്യം ഉണ്ടാവുമോ? അപ്പൊ എങ്ങനെ ഇത് കൈമാറ്റം ചെയ്യാം? യെസ്, നമ്മുടെ ചാറ്റ് ബോക്സിൽ ആൻസേഴ്സ് വരുന്നുണ്ട്. എന്താണ്? മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കുക അല്ലെ. മാർക്കറ്റിൽ കൊണ്ടുപോവാം. മാർക്കറ്റുകളിലോ ഫെയർസിലോ അല്ലെ. ഫെയർ ഒക്കെ നമ്മളെല്ലാം കണ്ടിട്ടുള്ളതാണ്. എന്താണ്? ചന്തകളിലോ പിന്നെ അങ്ങാടികളിലൊക്കെ കൊണ്ടുപോയി ഈ സാധനം വിൽക്കാം. അപ്പൊ അവിടെ വരുന്നവരിൽ ആവശ്യമുള്ളവർ എന്ത് ചെയ്യും? ഇത് മേടിക്കാൻ തുടങ്ങും എന്നാണ് അല്ലെ. അപ്പൊ അമിതമായി വന്ന സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി? കൈമാറ്റം ചെയ്യാൻ തുടങ്ങി. കൈമാറ്റത്തിനായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ ഇത് എവിടെ എത്തിച്ചു? ഫെയർസിലും മാർക്കറ്റുകളിലേക്കൊക്കെ എത്തിച്ചു അല്ലെ. അങ്ങനെ പതിയെ നമ്മുടെ ട്രേഡ് സെന്റേഴ്സും സിറ്റീസും ഉണ്ടായി എന്നുള്ളതാട്ടോ. കണ്ടോ? എന്താണ്? അങ്ങനെ പതിയെ കച്ചവട കേന്ദ്രങ്ങളും നഗരങ്ങളൊക്കെ ഉണ്ടാവാനായിട്ട് തുടങ്ങി. ഇതാണ് നമ്മുടെ അഗ്രികൾച്ചറിന്റെ എക്സ്പാൻഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ കൃഷിയുടെ വ്യാപനത്തെ കാണിക്കുന്ന ഫ്ലോ ചാർട്ട് വരുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, എല്ലാവരും സിമ്പിൾ ആയിട്ട് പഠിച്ചേക്കണം. ഓക്കെ, ഇപ്പൊ തന്നെ പഠിച്ചു കഴിഞ്ഞവരെല്ലാവരും പഠിച്ചു കഴിഞ്ഞവർ മാത്രം അല്ലെങ്കിൽ ഈ ഒരു ഫ്ലോ ചാർട്ട് എനിക്ക് മനസ്സിലായി മിസ് ചെയ്യുന്നുള്ളവർ മാത്രം കുറച്ച് ഫയർ ഇട്ടേ നമ്മുടെ ചാറ്റ് ബോക്സിൽ. സെറ്റ് ആണോ നോക്കട്ടെ? യെസ്, ഓക്കെ, സെറ്റ് ആണ്. ഓക്കെ, അപ്പൊ അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്നുള്ള രീതിയിൽ മിസ് ഇവിടെ ഓരോ പോയിന്റും ആഡ് ചെയ്തിട്ടുണ്ട്. എക്സ്പാൻഷൻ ഓഫ് അഗ്രികൾച്ചർ അല്ലേ. നോക്കാം, മോർ ലാൻഡ്. കണ്ടോ? കൂടുതൽ ഭൂമി ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി? പുതിയ ടൂൾസ് അല്ലെ. ബെറ്റർ ടൂൾസ് ആൻഡ് മെത്തേഡ്സ് ഇൻക്രീസിങ് ദ ഫാം പ്രൊഡക്ഷൻ. കണ്ടോ? ആളുകൾ കൂടുതൽ ഭൂമിയിൽ കൃഷി ചെയ്ത് മെച്ചപ്പെട്ട ഉപകരണങ്ങളും രീതികളും ഉപയോഗിച്ച് ആളുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി? കൂടുതൽ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നതിനേക്കാളും ഒരുപാട് ബെറ്റർ ആയിട്ടുള്ള നല്ല റിസൾട്ട് തരുന്ന സാധനങ്ങളൊക്കെ ഉപയോഗിച്ച്, ടൂൾസ് ഒക്കെ ഉപയോഗിച്ച് കൂടുതൽ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് എന്ത് ചെയ്യും? മിച്ച ഉൽപാദനം വന്നു. ഒരുപാട് സാധനങ്ങൾ മിച്ചം വന്നു, ബാക്കി വന്നു. അതെന്ത് ചെയ്യാൻ തുടങ്ങി? സ്റ്റോർ ചെയ്ത് വെക്കാൻ തുടങ്ങി അല്ലെ. സർപ്ലസ് ഓഫ് ഗുഡ്സ് were stored for future use. ഭാവിയിലേക്ക് വേണ്ടി അല്ലെ. നോക്കാം, ഫ്യൂച്ചർ യൂസിന് വേണ്ടി മിച്ച സാധനങ്ങൾ ഭാവിയിലെ ഉപയോഗത്തിനായിട്ട് മാറ്റി വെക്കാൻ തുടങ്ങി എന്നുള്ളതാണ് അല്ലെ. അത് കഴിഞ്ഞ് എന്താ ചെയ്യാൻ തുടങ്ങിയേ? ഈ മാറ്റി വെച്ച സാധനങ്ങളെല്ലാം എക്സ്ചേഞ്ച് ചെയ്യാൻ അല്ലെ, സാധനങ്ങൾ കൈമാറ്റം ചെയ്യാനായിട്ട് തുടങ്ങി. സ്റ്റോർഡ് സർപ്ലസ് എനേബിൾഡ് ബാർട്ടർ ആൻഡ് ട്രേഡ് അല്ലെ. ഈ സംഭരിച്ച് മിച്ചം ബാക്കി വെച്ച സാധനങ്ങളൊക്കെ അവർ എന്ത് ചെയ്യാൻ തുടങ്ങി? വ്യാപാരത്തിന് അഥവാ കച്ചവടത്തിനായിട്ട് ഉപയോഗിച്ചു. അതേപോലെ തന്നെ ഫെയർസും മാർക്കറ്റ്സും വന്നു അല്ലെ. വ്യാപാരം മേളകളിലും അതേപോലെ തന്നെ വിപണികളിലൊക്കെ നയിച്ചു എന്നുള്ളതാണ്. ഇത്രയാണ് നമുക്ക് അഗ്രികൾച്ചറിന്റെ എക്സ്പാൻഷൻ അല്ലെങ്കിൽ വ്യാപനത്തെ കാണിക്കുന്ന ഫ്ലോ ചാർട്ട് വരുന്നത്. അപ്പോൾ ഓരോ സെന്റൻസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ കൂടി എല്ലാവരും പഠിച്ചു വെച്ചേക്കാം കേട്ടോ.
ഓക്കെ, ദെൻ അടുത്ത പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. എക്കണോമിക് ആക്ടിവിറ്റീസ് അഥവാ സാമ്പത്തിക പ്രവർത്തനങ്ങൾ. ഇപ്പൊ തന്നെ എല്ലാവരും മാർക്ക് ചെയ്തിട്ടോ. വെരി 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 ഇമ്പോർട്ടൻറ്റ്. എക്കണോമിക് ആക്ടിവിറ്റീസ് അഥവാ സാമ്പത്തിക പ്രവർത്തനങ്ങളാണ് കേട്ടോ. ഇനി ആരെങ്കിലും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യാതിരുന്ന് കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. യെസ്, വേഗം ആയിക്കോട്ടെ കേട്ടോ, ഉഷാറായിക്കോട്ടെ. എന്നിട്ട് നമ്മൾ ഇതാ കിടക്കാണ് എക്കണോമിക് ആക്ടിവിറ്റീസ് അഥവാ സാമ്പത്തിക പ്രവർത്തനങ്ങളിലേക്ക്, അല്ലെ? നമുക്കറിയാം എന്തൊക്കെ വന്നാലും നമ്മുടെ വീട്ടിലെ ഒരാളെങ്കിലും, മിനിമം ഒരാളെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്? പണം ഉണ്ടാക്കുന്ന, വരുമാനം ലഭ്യമാകുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവരാണ്. ശരിയല്ലേ? അച്ഛൻ ജോലിക്ക് പോകുന്നുണ്ട്, അമ്മ ജോലിക്ക് പോകുന്നുണ്ട്. അങ്ങനെയല്ലേ നമുക്ക് വീട്ടിലേക്ക് പൈസ കിട്ടുന്നതും നമ്മൾ ആ പൈസ കൊണ്ട് ഇഷ്ടമുള്ള ഡ്രസ്സ് വാങ്ങുന്നതും, ഇഷ്ടമുള്ള സൈക്കിൾ മേടിക്കുന്നതും, ബുക്കാണെങ്കിലും കളറിംഗ് പെൻസിൽ ആണെങ്കിലും എന്തും ആയിക്കോട്ടെ ഈ ഒരു പൈസ ഉള്ളതുകൊണ്ടല്ലേ നമ്മൾ മേടിക്കുന്നേ. ഇനി ഞാൻ ചോദിക്കട്ടെ, നമ്മളിപ്പോ ഈ പറയുന്ന പോലെ അച്ഛനോ അമ്മയോ ആരും ജോലിക്കൊന്നും പോകുന്നില്ല, എല്ലാവരും ഇങ്ങനെ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും നമ്മള്? നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ മേടിക്കാൻ പറ്റുമോ? ഇഷ്ടത്തിന് ഫുഡ് കഴിക്കാൻ പറ്റുമോ? നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഡ്രസ്സ്, വാട്ടർ, ഷെൽട്ടർ ഇതൊക്കെ നമുക്ക് കിട്ടുമോ? ഇല്ല. എന്ത് വേണം? ആരെങ്കിലും ഒരാളെങ്കിലും നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു എക്കണോമിക് ആക്ടിവിറ്റി, അല്ലെ, വരുമാനം ഉണ്ടാകുന്ന ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടാലാണ് നമുക്കവിടെ സമ്പാദിക്കാനായിട്ട് സാധിക്കുള്ളൂ, അഥവാ ഇൻകം ഉണ്ടാക്കാനായിട്ട്, ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. The activities that generate income are economic activities. കണ്ടോ, എന്താണ്? വരുമാനം ഉണ്ടാക്കുന്ന, വരുമാനം ലഭ്യമാക്കുന്ന. കുറച്ചുകൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മിസ് പറയാണ്. എന്താണ്? പണം ഉണ്ടാക്കുന്ന ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിൽ, ഏതെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ നമ്മുടെ വീട്ടിലെ ആരെങ്കിലും ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ that is what is called economic activities. അതിനെയാണ് എന്ത് വിളിക്കുന്നത് മക്കളെ? എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് വിളിക്കുന്നത്. Okay, these activities are made possible through the process of production. ഇനിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് എക്കണോമിക് ആക്ടിവിറ്റീസിൽ എങ്ങനെയൊക്കെയാണ് തിരിച്ചിരിക്കുന്നത് എന്നുള്ളത്. ഇതിന് മുന്നേ ആയിട്ട് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. നമ്മൾ പറഞ്ഞു എക്കണോമിക് ആക്ടിവിറ്റീസിനെ കുറിച്ച് പറഞ്ഞു, അല്ലെ? ഇപ്പൊ ഒരു ഉദാഹരണത്തിനായിട്ട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന നോട്ട്ബുക്ക്, ഈ നോട്ട്ബുക്ക് നിങ്ങൾ എവിടെ നിന്നാണ് മേടിക്കുന്നത്? യെസ്, കുറച്ച് പേരൊക്കെ ആൻസർ പറയുന്നുണ്ട്. എവിടെയാണ്? ബുക്ക് സ്റ്റാളിൽ നിന്നാണ്, സ്കൂളിലെ സ്റ്റോറിൽ നിന്നാണ്. യെസ്, പല 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 ആൻസറുകൾ നമ്മുടെ ചാറ്റ് ബോക്സിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഈ നോട്ട്ബുക്ക് ഇന്ന് ഈ കാണുന്ന രൂപത്തിൽ നിങ്ങളുടെ കയ്യിൽ എത്താനായിട്ട് ഡയറക്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഏറ്റവും ആദ്യം തന്നെ നമുക്ക് നോട്ട്ബുക്ക് എന്നുള്ള ഒരു രൂപം അവൈലബിൾ, അല്ലെങ്കിൽ ആ ഒരു രൂപം കിട്ടുമോ? അതിന് ഒരുപാട് പ്രക്രിയ ഉണ്ടല്ലേ അതിന്റെ പുറകിലെ. ഒരുപാട് പ്രോസസ്സിലൂടെ ഇങ്ങനെ കടന്ന് പോയിട്ടാണ് ഇന്ന് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ നോട്ട്ബുക്ക് ആയിട്ട് വരുന്നത്. ശരിയല്ലേ? യെസ്. എങ്കിൽ ഞാൻ ചോദിക്കാം, ഗോതമ്പ് പൊടി നമ്മൾ എവിടെ നിന്നാണ് മേടിക്കാറ്? വീറ്റ് ഫ്ലോർ, അല്ലെങ്കിൽ ഗോതമ്പ് പൊടി എവിടെ നിന്നാണ് മേടിക്കുക? കടയിൽ പോയിട്ടാണ് മേടിക്കാറ്, അല്ലെ? കടയിൽ പോയിട്ട് ഈ ഗോതമ്പ് പൊടി മേടിക്കണമെങ്കിൽ അതിന് മുന്നേ ഏറ്റവും ആദ്യം എന്താണ് ഉണ്ടായിട്ടുണ്ടാവുക? ആദ്യം എന്ത് ചെയ്തിട്ടുണ്ടാവും? ഈ ഗോതമ്പ് കൃഷി ചെയ്തിട്ടുണ്ടാവണം, അല്ലെ? അഗ്രികൾച്ചർ. ഈ ഗോതമ്പ് ആദ്യം എന്ത് ചെയ്തിട്ടുണ്ടാവാം? കൃഷി ചെയ്തിട്ടുണ്ടാവണം. എന്നാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇത് ഗോതമ്പ് ഉണ്ടാവുള്ളൂ. അതിൽ കൃഷി ചെയ്താലേ ഗോതമ്പ് ഉണ്ടാവുള്ളൂ. ഈ ഉണ്ടായ ഗോതമ്പ് ആ കൃഷിയിൽ നിന്ന് പറിച്ചെടുത്ത് വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് ഫാക്ടറിയിൽ കൊണ്ടുവന്ന് എന്ത് ചെയ്യണം? പൊടിക്കണം, ഗ്രെയിൻ ചെയ്യണം, അല്ലെ? ഗ്രെയിൻസ് ആക്കണം, അല്ലെങ്കിൽ പൊടിച്ച് പൊടിയാക്കി പൗഡർ ആക്കി. പോട്ടെ, ഗ്രെയിൻസ് വേണ്ട, പൗഡർ ആക്കണം. പൗഡർ ആക്കി കഴിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? യെസ്, നോക്കാം. പൗഡർ ആക്കി കഴിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കടയിൽ പോയി പൗഡർ ആക്കി അത് പാക്ക് ചെയ്ത് നമ്മൾക്കിപ്പോ കടയിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ അഥവാ മേടിക്കാനായിട്ട് സാധിക്കുള്ളൂ, അല്ലെ? അപ്പൊ എന്താ പറഞ്ഞേ? ആദ്യം ഗോതമ്പ് കൃഷി ചെയ്യണം, ഗോതമ്പ് എന്നിട്ട് വിളവെടുത്ത് അത് നമ്മൾ വൃത്തിയാക്കി പൊടിച്ച് പാക്ക് ചെയ്ത് ഫാക്ടറിയിൽ കൊണ്ടുപോയി പൊടിച്ച് പാക്ക് ചെയ്ത് കടയിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാലാണ് നമുക്ക് പോയി അത് ആ ഷെൽഫിൽ നിന്ന് എടുത്തിട്ട് മേടിക്കാനായിട്ട് പറ്റുള്ളൂ. എന്നാലാണ് നമുക്ക് വീട്ടിൽ വന്ന് കുഴച്ച് ദോശയോ അല്ലെങ്കിൽ ചപ്പാത്തിയോ ഇഷ്ടമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണോ, പുട്ടോ എന്താണെങ്കിലും ഗോതമ്പ് വെച്ച് ഉണ്ടാക്കാനായിട്ട് സാധിക്കുള്ളൂ, അല്ലെ? അപ്പൊ ഇവിടെയും നോക്കിക്കോളൂ, നമ്മൾ എക്കണോമിക് ആക്ടിവിറ്റീസിനെ മൂന്നായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. എന്താണ്? മൂന്നായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. 1, 2, 3 എന്ന് മൂന്നായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഈ മൂന്നും എൻ്റെ ഒപ്പം ആദ്യം പഠിക്കാം. എങ്ങനെയാണ് എക്കണോമിക് ആക്ടിവിറ്റീസിനെ തിരിച്ചിരിക്കുന്നത്? പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെർഷ്യറി സെക്ടർ. മിസ്സിന്റെ ഒപ്പം ഒന്ന് പറഞ്ഞേ എന്തൊക്കെയാണ്? പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി സെക്ടേഴ്സ്. പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി സെക്ടേഴ്സ്. പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി സെക്ടേഴ്സ്.
അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ എങ്ങനെ പറയും അതിനെ നോക്ക, പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകൾ. പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല എന്നിങ്ങനെ 3 ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അതിന് മുന്നേ ആയിട്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ മക്കളെ, നിങ്ങളുടെ അച്ഛന്റെയോ അമ്മയുടെയോ ജോലി വേഗം ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടാൻ പറഞ്ഞു കഴിഞ്ഞാൽ വേഗം 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 ഒന്ന് പറഞ്ഞേ. യെസ്, നമുക്ക് നോക്കാം. അപ്പൊ കുറച്ച് പേര് പറയും ഡോക്ടർ ആണ്, അല്ലെങ്കിൽ ഫാർമർ ആണ് എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ ഇന്ന കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്ന, ടയർ ഉണ്ടാക്കുന്ന കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് പിക്കിൾസ് അഥവാ അച്ചാർ ഉണ്ടാക്കുന്ന കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താ പറയാ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്, പിന്നെ ഫിഷർമാൻ ആണ് എൻ്റെ അച്ഛൻ. അങ്ങനെ 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 പല 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 മേഖലകളിൽ വർക്ക് ചെയ്യുന്നവരാണ് നമ്മുടെ പാരന്റ്സ് അല്ലെ. ഇതിനെ തന്നെ നമുക്കറിയാം, ഈ പറയുന്ന എല്ലാ ജോബുകളും കൂടി ഒരുമിച്ച് ഇങ്ങനെ ഞാൻ പിടിച്ചു കഴിഞ്ഞാൽ ഇതിന് നമുക്ക് ഈ പറയുന്ന രീതിയിൽ പ്രൈമറി, പ്രാഥമിക, സെക്കൻഡറി അഥവാ നമുക്ക് ഈ പറഞ്ഞ പോലെ എന്താണ് ദ്വിതീയ മേഖല, ടെർഷ്യറി അഥവാ തൃതീയ മേഖല എന്ന് തിരിക്കാനായിട്ട് പറ്റും. അതാണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. എന്താണ് പ്രൈമറി സെക്ടർ, എന്താണ് സെക്കൻഡറി സെക്ടർ, എന്താണ് ടെർഷ്യറി സെക്ടർ? വെരി സിമ്പിൾ. പ്രൈമറി സെക്ടർ ഇൻക്ലൂഡ് ദ ആക്ടിവിറ്റീസ് ദാറ്റ് ഡയറക്ട്ലി യൂട്ടിലൈസസ് നാച്ചുറൽ റിസോഴ്സസ്. നോക്കാം, നമ്മുടെ പ്രകൃതി വിഭവങ്ങൾ, നാച്ചുറൽ റിസോഴ്സ് നേരിട്ടുപയോഗിച്ച് ഉള്ള സാധനങ്ങൾ ഉണ്ടാക്കാം അല്ലെ. അപ്പൊ അത് നോക്കാം. ദിസ് സെക്ടർ ഈസ് ഓൾസോ നോൺ ആസ് അഗ്രികൾച്ചർ സെക്ടർ. നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. പ്രൈമറി സെക്ടറിനെ വിളിക്കുന്ന മറ്റൊരു പേരെന്താണ്? അഗ്രികൾച്ചർ സെക്ടർ. അഗ്രികൾച്ചർ സെക്ടർ എന്നും പ്രൈമറി സെക്ടറിനെ വിളിക്കുന്നുണ്ട്. അഗ്രികൾച്ചറൽ സെക്ടർ എന്നും പ്രൈമറി സെക്ടറിനെ വിളിക്കുന്നുണ്ട്. ഇവരെന്താ ചെയ്യുന്നേ? നേരിട്ട് നമ്മുടെ പ്രകൃതിയിൽ ലഭ്യമായിട്ടുള്ള ഓരോ സാധനങ്ങൾ എടുത്ത് അഗ്രികൾച്ചർ കൃഷി ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഫോറസ്ട്രി, മൈനിങ്, ഫിഷറീസ് ഇതേപോലുള്ള കാര്യങ്ങളെല്ലാം വരുന്നത് എവിടെയാടാ? ഈ പറയുന്ന പ്രൈമറി സെക്ടറിലാണ്. ഏറ്റവും ബേസിക് ഫസ്റ്റ് ലെവൽ ഓഫ് സെക്ടർ ഏതാണ്? പ്രൈമറി ആണ്. ബേസിക് ആയിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് പ്രൈമറി ആണ്. ദെൻ സെക്കൻഡറിയിലേക്ക് നമ്മൾ പോവാണ്. ഇവിടെ നമ്മൾ ഫാർമേഴ്സ് മണ്ണിൽ പണിയെടുത്തു, സാധനങ്ങൾ ഉണ്ടാക്കി. ഈ ഉണ്ടാക്കിയ സാധനങ്ങൾ നമ്മൾ ആദ്യം പറഞ്ഞു, ഈ പറഞ്ഞ വീറ്റ് ആദ്യം കൃഷി ചെയ്യണം എന്ന് പറഞ്ഞു അല്ലെ. ദെൻ വീറ്റ് നമ്മൾ ഇവിടെ സെക്കൻഡറിയിൽ വെച്ച് നമ്മളത് എന്ത് ചെയ്യാണ്? പൗഡർ ആക്കാണ്. സെക്കൻഡറിയിൽ വെച്ച് നമ്മളത് പൗഡർ ആക്കാണ്. ടെർഷ്യറിയിൽ നമ്മളത് സെല്ല് ചെയ്യാണ്, വിൽക്കാണ്. അപ്പൊ നോക്കാം, സെക്കൻഡറി സെക്ടർ വിച്ച് ഇൻവോൾവ്സ് ദ ആക്ടിവിറ്റീസ് ഓഫ് ക്രിയേറ്റിംഗ് ന്യൂ പ്രൊഡക്ട്സ്. കണ്ടോ, ക്രിയേറ്റിംഗ് ന്യൂ പ്രൊഡക്ട്സ്, പുതിയൊരു സാധനം ഉണ്ടാക്കുന്നത് ഏത് സെക്ടറിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏതാണ്? സെക്കൻഡറി സെക്ടർ ആണ് അല്ലെ. യൂസിങ് ദ റോ മെറ്റീരിയൽസ് ഫ്രം ദ പ്രൈമറി സെക്ടർ. കണ്ടോ, പ്രൈമറി സെക്ടറിൽ നിന്നുള്ള ഓരോ അസംസ്കൃത വസ്തുക്കളും ഉപയോഗിച്ച് ഇവിടെ സെക്കൻഡറി സെക്ടറിലാണ് നമ്മൾ പുതിയൊരു സാധനം, പുതിയൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. ദിസ് സെക്ടർ ഈസ് ഓൾസോ നോൺ ആസ്, ഈ സെക്ടറിനെ വിളിക്കുന്ന മറ്റൊരു പേരെന്താണ്? ഇൻഡസ്ട്രിയൽ സെക്ടർ എന്നാണ്. എന്താ വിളിക്കുന്നത്? ഇൻഡസ്ട്രിയൽ സെക്ടർ എന്നാണ്. എങ്കിൽ മിസ്സിന്റെ ഒപ്പം ഒന്ന് പറഞ്ഞേ, മിസ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. പ്രൈമറി സെക്ടറിനെ വിളിക്കുന്ന മറ്റൊരു പേരെന്താണ്? പ്രൈമറി സെക്ടറിനെ വിളിക്കുന്ന മറ്റൊരു പേര്? വേഗാവട്ടെ. യെസ്. ഇവര് പുലിയാട്ടോ സാറേ നമ്മുടെ പിള്ളേര്. അഗ്രികൾച്ചറൽ സെക്ടർ ആണല്ലേ, അഗ്രികൾച്ചർ സെക്ടർ ആണ്. എങ്കിൽ ടെർഷ്യറി ഞാൻ പറഞ്ഞിട്ടില്ല, എന്നാലും ഒന്ന് പറഞ്ഞു ആലോചിച്ച് നോക്കി. പ്രൈമറി അഗ്രികൾച്ചർ ആണ്, സെക്കൻഡറി ഈ പറഞ്ഞ ഇൻഡസ്ട്രിയൽ ആണ്. എങ്കിൽ ടെർഷ്യറി എന്തായിരിക്കും? ആരാണ് ഫസ്റ്റ് കമന്റ് വരുന്നത് നോക്കട്ടെ. ടെർഷ്യറി സെക്ടർ. യെസ്. അപ്പൊ നമ്മൾ പറഞ്ഞു പ്രൈമറിയിൽ ഉണ്ടാകുന്ന റോ മെറ്റീരിയൽസ് ഉപയോഗിച്ച് സെക്കൻഡറിയിൽ അതിനെ എന്താക്കി മാറ്റുന്നു? പുതിയൊരു പ്രൊഡക്റ്റ് അല്ലെ, പുതിയൊരു വസ്തു അല്ലെങ്കിൽ പുതിയൊരു സാധനമാക്കി മാറ്റുന്നു എന്നുള്ളതാണ് കേട്ടോ. ഈ ഉദാഹരണങ്ങള്, ഇവിടെ ഈ കൊടുത്തിരിക്കുന്ന ഉദാഹരണങ്ങള് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് പഠിച്ചേ പറ്റൂ. ഇത് വെച്ച് നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ വരും കേട്ടോ. അപ്പൊ നോക്കാം, സെക്കൻഡറിയിൽ നോക്കാം എന്തൊക്കെയാണ്? പ്രൊഡക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി അല്ലെ, ഇലക്ട്രിസിറ്റിയുടെ പ്രൊഡക്ഷൻ, അതേപോലെ തന്നെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, കൺസ്ട്രക്ഷൻ, ഇതെല്ലാം ഏതിൽ വരുന്നതാടാ? ഈ പറഞ്ഞ സെക്കൻഡറി സെക്ടറിൽ വരുന്നത് അല്ലെ. ഏതിലാണ്? സെക്കൻഡറി സെക്ടറിലാണ് വരുന്നത്. ടെർഷ്യറിയിൽ എന്താ പറയാ? ടെർഷ്യറി സെക്ടർ ദാറ്റ് പ്രൊവൈഡ്സ് ദി സപ്പോർട്ട്. ഇതൊരു ടെർഷ്യറി സെക്ടർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറി, പ്രാഥമിക മേഖലയ്ക്കും അതേപോലെ തന്നെ സെക്കൻഡറി, ദ്വിതീയ മേഖലയ്ക്കും ഒരു സപ്പോർട്ടാണ് നൽകുന്നത്. എന്താണ്? ഒരു സപ്പോർട്ടാണ് നൽകുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ കൈൻഡ്സ് ഓഫ് സർവീസ് ആക്ടിവിറ്റീസ്. ഇവിടെ എന്താണ്? എല്ലാ തരത്തിലുള്ള സേവന പ്രവർത്തനങ്ങളും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് എന്തൊക്കെയാണ്? സ്റ്റോറേജ്, സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കണം. ദെൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഡക്ട്സ് ഫ്രം ദ പ്രൈമറി ആൻഡ് സെക്കൻഡറി സെക്ടർ. പ്രൈമറിയിൽ നിന്നും സെക്കൻഡറിയിൽ നിന്നും സാധനങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം അല്ലെ. കടകളിലൊക്കെ കൊണ്ടുപോയി ഇങ്ങനെ എല്ലാവർക്കും കൊടുക്കണം. വേണ്ടപ്പെട്ടവർക്കൊക്കെ കൊടുക്കണം. വേണ്ടപ്പെട്ടവർക്കല്ല കേട്ടോ, കടകളിലൊക്കെ കൊണ്ടുപോയി വെക്കുക. എന്നാലാണ് ആളുകൾ എന്ത് ചെയ്യുള്ളൂ? വന്ന് മേടിക്കുള്ള സാധനങ്ങൾ അല്ലെ. അതേപോലെ തന്നെ therefore this sector is also known as service sector. അതുകൊണ്ട് തന്നെ
ടെർഷറി സെക്ടറിനെ വിളിക്കുന്ന പേരെന്താണ്? സർവീസ് സെക്ടർ എന്നാണ്. എന്താണ്? സർവീസ് സെക്ടർ എന്നാണ് വിളിക്കുന്നത്. ഇനി നോക്കാം ഇതിന്റെ ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? ബാങ്കിങ്, ഹെൽത്ത് കെയർ, കമ്മ്യൂണിക്കേഷൻ, അല്ലെ? ബാങ്കിങ് എന്ന് പറയുന്നത് ഒരു സേവനമാണ്, സഹായമാണ്. ഹെൽത്ത് കെയർ, ആരോഗ്യം. നമ്മൾ വയ്യാതെ ആകുമ്പോൾ ഡോക്ടറെ പോയി കാണുമ്പോൾ ഡോക്ടർ ശരിക്കും നമ്മളെ ഒരു സപ്പോർട്ടല്ലേ ചെയ്യുന്നത്, ഒരു സർവീസ് അല്ലേ ഡോക്ടർ ചെയ്യുന്നത്. ടീച്ചർ കുട്ടികളെ പഠിപ്പിക്കുന്നു, അതൊരു സർവീസ് അല്ലേ. അപ്പൊ ഇങ്ങനെയുള്ളതെല്ലാം വരുന്നത് എവിടെയാണ്? ടെർഷറി അഥവാ തൃതീയ മേഖലയിലാണ്. പറഞ്ഞ കാര്യം കിട്ടിയോ? ക്ലിയർ ആണെങ്കിൽ എല്ലാവരും കുറച്ച് ഫയർ ഇട്ടേ. യെസ്, അതിനു മുന്നേ നമ്മുടെ ചാറ്റ് ബോക്സിൽ ആൻസർ വന്നു, മിസ് കണ്ടു കേട്ടോ. സർവീസ് സെക്ടർ എന്ന് കമന്റ് ചെയ്ത് കണ്ടു. വെരി ഗുഡ്, അടിപൊളി. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ഒന്നുകൂടി മലയാളം വായിച്ചിട്ട് നേരെ നമുക്കൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. പ്രാഥമിക മേഖല അതായത് പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് പ്രാഥമിക മേഖല എന്ന് പറയുന്നത്, അല്ലെ? കൃഷിക്ക് പ്രധാനമായുള്ളത് കൊണ്ട് തന്നെ ഈ മേഖലയെ കാർഷിക മേഖല എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. എന്താണ്? കാർഷിക മേഖല എന്നുകൂടി പറയുന്നുണ്ട്. കൃഷി, വനപരിപാലനം, അതേപോലെ തന്നെ ഖനനം, മത്സ്യബന്ധനം തുടങ്ങിയവയെല്ലാം എവിടെ വരുന്നതാണ്? പ്രാഥമിക മേഖലയിൽ വരുന്നതാണ്. ദ്വിതീയ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാഥമിക മേഖലയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കൾ, നമ്മൾ പറഞ്ഞു അല്ലെ, പ്രൈമറി സെക്ടർ അഥവാ പ്രാഥമിക മേഖലയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? പുതിയൊരു ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത് എവിടെയാണ്? ഈ പറഞ്ഞ ദ്വിതീയ മേഖലയാണ്. ഉദാഹരണം നോക്കാം. വൈദ്യുതി, ഉൽപാദനം, ടെക്സ്റ്റൈൽസ്, ഇതെല്ലാം വരുന്നത്, കെട്ടിട നിർമ്മാണം, ഇതെല്ലാം വരുന്നത് എവിടെയാണ്? ദ്വിതീയ മേഖലയാണ്. ഇതിനെ വ്യവസായ മേഖല എന്നും വിളിക്കുന്നുണ്ട്. കാർഷിക മേഖല, വ്യവസായ മേഖല, ഈ മൂന്നാമത്തെ സേവന മേഖല, സേവന മേഖല എന്നറിയപ്പെടുന്നത് ഈ പറയുന്ന തൃതീയ മേഖലയാണ്. അതിന് ഉദാഹരണം നോക്കാം. ബാങ്കിങ്, ആരോഗ്യരംഗം, വാർത്താവിനിമയം, ഇതെല്ലാം വരുന്നത് തൃതീയ മേഖലയിലാണ്. ഓക്കെ, അപ്പൊ ഒന്നുകൂടി ഉണ്ട്. ഇപ്പൊ ഒന്ന് പറഞ്ഞേ. പ്രൈമറി സെക്ടർ അഥവാ പ്രാഥമിക മേഖല അറിയപ്പെടുന്ന മറ്റൊരു പേര് അഗ്രികൾച്ചർ അഥവാ കാർഷിക മേഖല. ഇനി ദ്വിതീയ മേഖല അഥവാ സെക്കൻഡറി സെക്ടർ അറിയപ്പെടുന്ന മറ്റൊരു പേര് ഇൻഡസ്ട്രിയൽ സെക്ടർ അഥവാ വ്യവസായ മേഖല. തൃതീയ മേഖല അഥവാ ടെർഷറി സെക്ടർ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? ഈ പറഞ്ഞ സർവീസ് സെക്ടർ അഥവാ സേവന മേഖല എന്നാണ് അറിയപ്പെടുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞത്. ഇനിയിപ്പോൾ ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യുമ്പോൾ നിങ്ങൾ സെറ്റ് ആണ് കേട്ടോ. ഈ പിക്ചർ വേഗം നോക്കിക്കോട്ടോടാ. മൈനിങ് ഉണ്ട്, ഫിഷിംഗ് ഉണ്ട്, ഹെൽത്ത് സെക്ടർ ആരോഗ്യ മേഖലയുണ്ട്, ഇൻഡസ്ട്രി വ്യവസായം ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അഗ്രികൾച്ചർ ഉണ്ട്, പ്രൊഡക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി, കമ്മ്യൂണിക്കേഷൻ, ബാങ്കിങ്, സോറി ഇത് കൺസ്ട്രക്ഷൻ ആണ് കേട്ടോ, കൺസ്ട്രക്ഷൻ, അങ്ങനെ ഓരോ കാര്യങ്ങൾ താഴെയുള്ള നിങ്ങൾക്ക് കാണാനായിട്ട് ഞാൻ ഒന്നുകൂടി സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിസിറ്റി, പ്രൊഡക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ബാങ്കിങ് ഉണ്ട്. ഓക്കെ, അടുത്ത് നോക്കിക്കേ, മലയാളം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഖനനം, മത്സ്യബന്ധനം, ആരോഗ്യരംഗം, വ്യവസായം, കെട്ടിട നിർമ്മാണം, കൃഷി. അത് കഴിഞ്ഞിതാ നോക്കിക്കോളൂ, വൈദ്യുതി ഉൽപാദനം, വാർത്താവിനിമയം, ബാങ്കിങ്. കണ്ടോ, ഇത്രയും പിക്ചേഴ്സ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. നിങ്ങളോടുള്ള ചോദ്യം ഇതാണ്. ലിസ്റ്റ് ദ എക്കണോമിക് ആക്ടിവിറ്റി ഷോൺ ഇൻ ദി എബവ് പിക്ചർ അണ്ടർ ദ ഫോളോയിങ് കാറ്റഗറീസ്. താഴെ തന്നിരിക്കുന്ന കാറ്റഗറീസിൽ നിങ്ങളോട് ഒന്ന് പിരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം കണ്ടത് എന്തിന്റെ ചിത്രമായിരുന്നു? നോക്കിക്കേ, നമ്മൾ ഏറ്റവും ആദ്യം കണ്ടത് ഖനനമാണ് അല്ലെ. ഖനനം ഇതിൽ പെടും? മൈനിങ് പ്രൈമറി ആണോ, സെക്കൻഡറി ആണോ, ടെർഷറി ആണോ? പ്രാഥമിക മേഖലയാണോ, ദ്വിതീയ മേഖലയാണോ, തൃതീയ മേഖലയാണോ? എന്താണ് മൈനിങ് വരുന്നത്? പ്രാഥമിക മേഖലയാണ് അല്ലെ. പ്രൈമറി സെക്ടറിൽ വരുന്നതാണ് മൈനിങ്. അതേപോലെ ബാങ്കിങ് വരുന്നത് എവിടെയാണ്? ടെർഷറി അഥവാ തൃതീയ മേഖലയിൽ വരുന്നതാണ് ബാങ്കിങ്. വേഗം എല്ലാവരും ചെയ്തേ. വേഗം ഒരു 10 സെക്കൻഡേ സമയം തരുള്ളൂ. സിമ്പിൾ ആണ് ക്വസ്റ്റ്യൻ. വേഗം ഒന്നുകൂടി ഞാൻ പിക്ചർ കാണിച്ചു തരാം. വേഗം ആയിക്കോട്ടെ. ഖനനം, മത്സ്യബന്ധനം, ആരോഗ്യരംഗം, വ്യവസായം, കെട്ടിട നിർമ്മാണം, കൃഷി, അതേപോലെ തന്നെ നോക്കിക്കോളൂ, വൈദ്യുതി ഉൽപാദനം, വാർത്താവിനിമയം, ഇനി അവസാനത്തെ ബാങ്കിങ്. യെസ്, ആൻസർ കഴിഞ്ഞവരെല്ലാവരും കുറച്ച് വൈറ്റ് ഹാർട്ടഡ് ആട്ടോ. നമ്മുടെ ചാറ്റ് ബോക്സിൽ കുറച്ച് വൈറ്റ് ഹാർട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നേരെ ആൻസറിലേക്ക് പോവാം. യെസ്, ഓക്കെ, വൈറ്റ് ഹാർട്ട്സ് വന്നു തുടങ്ങി എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ തുടങ്ങാണ്. നോക്കിക്കോളൂ, പ്രൈമറി സെക്ടറിൽ വരുന്നത് എന്തൊക്കെയാണ്? മൈനിങ് വരുന്നുണ്ട്, ഫിഷിംഗ് വരുന്നുണ്ട്, അഗ്രികൾച്ചർ വരുന്നുണ്ട്. മൂന്നും ശരിയാക്കിയവർ മാത്രം തംസ് ഇട്ടോളൂ. 3 മാർക്ക് കൊടുത്തോട്ടോ അവിടെ.
ദെൻ സെക്കൻഡറിയിൽ വരുന്നുണ്ട് ഇൻഡസ്ട്രി, കൺസ്ട്രക്ഷൻ, പ്രൊഡക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി. എന്തൊക്കെയാണ്? വ്യവസായം, അതേപോലെ നിർമ്മാണം, കെട്ടിട നിർമ്മാണം, വൈദ്യുതി ഉൽപാദനം വരുന്നത് സെക്കൻഡറി സെക്ഷനിലാണ്. ടെർഷ്യറി കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം, ബാങ്കിങ്, ഹെൽത്ത് സെക്ടർ, ആരോഗ്യ മേഖല. അങ്ങനെ 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 ആണ് ഇത് കൃത്യമായിട്ട് വരുന്നത്. വേഗം 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 മാർക്ക് ഇട്ടോളൂ. 9 ഔട്ട് ഓഫ് ഇവിടെ എത്ര മാർക്ക് കിട്ടി? യെസ്, 9 ഔട്ട് ഓഫ് 9 കിട്ടിയവർ മാത്രം. 1 2 3 4 5 6 7 9 9 മാർക്ക്. 9 9 മാർക്കും കിട്ടിയവർ വേഗം കുറച്ച് റെഡ് ഹാർട്ട് കിട്ടി നമ്മുടെ ചാറ്റ് ബോക്സിൽ. കുറച്ച് റെഡ് ഹാർട്ട്സ് ഇങ്ങനെ വരട്ടെ. യെസ്, ഓക്കെ. അപ്പൊ ഇത്രേ ഉള്ളൂ ഇവിടെ പഠിക്കാനായിട്ട്. പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി തിരിക്കാനായിട്ട് ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിക്കും. സിമ്പിൾ ആണ്, മാർക്ക് സ്കോർ ചെയ്തോളണം. ഓക്കെ, ദെൻ അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഗ്രോത്ത് ഓഫ് ഇൻഡസ്ട്രീസിനെ കുറിച്ചാണ് കേട്ടോ. ഇൻഡസ്ട്രീസിന്റെ വളർച്ച അഥവാ ഗ്രോത്തിനെ കുറിച്ചാണ് പഠിക്കാനായിട്ട് പോകുന്നത്. നോക്കിയാടാ, ഇവിടെ ബാംബു എന്നൊരു ട്രീ ആദ്യം കാണിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നേരെ പേപ്പർ റോൾ ആയിട്ട് മാറിയതും ബാംബു പേപ്പർ റോളായി. പേപ്പർ റോള് കണ്ടോ, ബാംബു പേപ്പർ റോളായി. പേപ്പർ റോള് പിന്നീട് പുസ്തകങ്ങളായിട്ട് മാറി. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പുസ്തകങ്ങൾ എങ്ങനെയാണ് വന്നതെന്ന് ഞാൻ തുടക്കത്തിൽ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ പറഞ്ഞു അടുത്തുള്ള കടയിൽ പോയി മേടിച്ചതാണ് മിസ്സേ, അല്ലെങ്കിൽ സ്കൂളിലെ സ്റ്റോറിൽ നിന്ന് മേടിച്ചതാന്ന് പറഞ്ഞു. പക്ഷേ അല്ല, നമ്മൾ കണ്ടു, നമ്മളല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ വെച്ച് പിടിപ്പിച്ച ബാംബൂസ് ഇങ്ങനെ മുറിച്ച് പ്രൈമറി സെക്ടറിൽ, പ്രൈമറിയിൽ പോയി ബാംബൂസ് നമ്മൾ വെട്ടി മുറിച്ച് നട്ട് വളർത്തി അത് വെട്ടി മുറിച്ച് സെക്കൻഡറി അഥവാ ഇൻഡസ്ട്രി സെക്ടറിൽ പോയി അത് ഈ കാണുന്ന രീതിയിൽ പേപ്പർ റോളിൽ നിന്ന് ബുക്സ് ആക്കി മാറ്റി ലാസ്റ്റ് നമ്മൾ ഷോപ്പിൽ പോയിട്ട് ഇത് മേടിക്കുക ചെയ്യുക അല്ലെ. അതേപോലെ റബ്ബറും അങ്ങനെയല്ലേ, നമ്മൾ എന്ത് ചെയ്യാണ്, ആദ്യം റബ്ബർ പാല്, അതിൽ റബ്ബർ ഷീറ്റ് ആക്കി മാറ്റി, റബ്ബർ ഷീറ്റിൽ നിന്ന് ടയറാക്കി മാറ്റി. ഇനിയിപ്പോ നിങ്ങൾക്ക് ചിലപ്പോൾ ചില കുട്ടികളുടെയൊക്കെ പാരന്റ്സ് ഈ പറഞ്ഞ റബ്ബർ അല്ലെങ്കിൽ എന്താണ് റബ്ബർ തോട്ടങ്ങളല്ലേ സാറേ, റബ്ബർ തോട്ടങ്ങൾ ഒക്കെ കൃഷി ചെയ്യുന്നവരുണ്ടാവും. അപ്പൊ അവർക്കൊക്കെ കൃത്യമായിട്ട് ഈ പ്രോസസ്സൊക്കെ അറിയാൻ പറ്റും അല്ലെ. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാട്ടോളാം, നിങ്ങളുടെ ഫാദേഴ്സ് ആരെങ്കിലും ഫാർമേഴ്സ് ആണോ എന്നുള്ളത്. ഫാർമേഴ്സ് ആരെങ്കിലും ഫാദേഴ്സ് ആണോ എന്നുള്ളത് അല്ല, നിങ്ങളുടെ അച്ഛന്മാരാരെങ്കിലും, അച്ഛനോ അമ്മയോ ആരെങ്കിലും കർഷകരുണ്ടെങ്കിൽ, പ്രൈമറി സെക്ടറിൽ ഉള്ളവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, യെസ് യെസ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഈ പറഞ്ഞ റബ്ബർ ആണെങ്കിലും അതേപോലെ തന്നെ അതൊരു ടയറിലോട്ട് ആക്കണമെങ്കിലും, അതേപോലെ നമ്മൾ ആദ്യം പറഞ്ഞ നോട്ട്ബുക്സ് ആണെങ്കിലും ഈ പറഞ്ഞ ഫോമിലേക്ക് വരാനായിട്ട് ഒരുപാട് സാധനങ്ങൾ ആവശ്യമാണ്. ഇൻഡസ്ട്രി അല്ലെ, ഒരുപാട് സാധനങ്ങൾ ആവശ്യമാണ്. എന്തൊക്കെയാണ് ആ സാധനങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സാധനങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ട്. എന്നിരുന്നാലും നമുക്ക് പ്രധാനമായിട്ട് പറയാനുള്ള 4 സാധനങ്ങളാണ് നമുക്കുള്ളത്. നോക്കാം, പ്രൊഡക്ഷൻ ആൻഡ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപാദനവും ഉൽപാദന ഘടകങ്ങളും ഏതൊക്കെയാന്നുള്ളത് കേട്ടോ. വേഗം 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 ചാറ്റ് ബോക്സിൽ ഇട്ട് ഏതൊക്കെയാണ് പ്രൊഡക്ഷൻ, വാട്ട് യു മീൻ ബൈ പ്രൊഡക്ഷൻ ആൻഡ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ലാൻഡ്, ലേബർ, ദെൻ ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ അല്ലെ. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ ആണ് നമ്മുടെ ഡിഫറെന്റ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. എന്താണ് പ്രൊഡക്ഷൻ? വാട്ട് യു മീൻ ബൈ പ്രൊഡക്ഷൻ? പ്രൊഡക്ഷൻ ഈസ് ദ പ്രോസസ് ഓഫ് മേക്കിംഗ് ഗുഡ്സ് ആൻഡ് സർവീസസ് നീഡഡ് ഫോർ ദ പീപ്പിൾ. ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളോ സേവനങ്ങളോ ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയയാണ്, പ്രക്രിയയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രൊഡക്ഷൻ എന്ന് വിളിക്കുന്നത്. ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളോ സേവനങ്ങളോ ഉണ്ടാക്കുന്ന പ്രക്രിയയാണ് എന്ത് വിളിക്കുന്നത്? പ്രൊഡക്ഷൻ എന്ന് വിളിക്കുന്നത്. പ്രൊഡക്ഷൻ ഈസ് ദ റിസൾട്ട് ഓഫ് സെവറൽ ഫാക്ടേഴ്സ് അല്ലെ. പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 1 2 കാര്യങ്ങളുടെ ഒരു റിസൾട്ട് അഥവാ ഫലമല്ല, ഒരുപാട് കാര്യങ്ങൾ അതിൽ ഇൻവോൾവഡ് ആയിട്ടാണ് അല്ലെ. നോക്കാം, വേരിയസ് എലമെന്റ്സ് ദാറ്റ് ഹെൽപ്പ് പ്രൊഡക്ഷൻ. പ്രൊഡക്ഷനെ സഹായിക്കുന്ന വിവിധ ഘടകങ്ങളുണ്ട്. അതിനെയാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് വിളിക്കുന്നത്. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് വിളിക്കുന്നത്. ഏതാ നോക്കിക്കേ, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. ഭൂമി, അധ്വാനം, മൂലധനം, സംഘടന എന്നിങ്ങനെ 4 ആയിട്ട് തിരിച്ചിരിക്കുന്നു. ഏതൊക്കെയാണ്? ലാൻഡ് അഥവാ ഭൂമി, ലേബർ അഥവാ അധ്വാനം, ക്യാപിറ്റൽ അഥവാ മൂലധനം, അതേപോലെ തന്നെ ഓർഗനൈസേഷൻ അഥവാ സംഘടന. ഇങ്ങനെയാണ് 4 ആയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളെ തിരിച്ചിരിക്കുന്നത്. ക്ലിയർ ആണോടാ പറഞ്ഞത്? യെസ്. നോക്കിക്കോളൂ, ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട് നോക്കാം. ഓൾ ദ നാച്ചുറൽ റിസോഴ്സസ് അല്ലെ, പ്രകൃതി വിഭവങ്ങളെല്ലാം എന്തിൽ ഉൾപ്പെടുന്നതാണ്? ഈ ഭൂമിയിൽ വരുന്നതാണ്. വാട്ടർ, എയർ, സൺലൈറ്റ്, സോയില്, മിനറൽസ് അല്ലെ. ഈ പറഞ്ഞ ജലം, വായു, സൂര്യപ്രകാശം, മണ്ണ്,
ഇതെല്ലാം എന്തിൽ ഉൾപ്പെടുന്നതാണ്? ലാൻഡ് അഥവാ ഭൂമിയിൽ വരുന്നതാണ്. Then നോക്കുക, അടുത്തത് ലേബർ അഥവാ അധ്വാനം. എന്താണ്? ലേബർ refers to the both physical എങ്ങനെയാണ്? നമ്മൾ ശാരീരികമായും അതേപോലെ തന്നെ മെന്റലി മാനസികമായിട്ടും അല്ലെ നമുക്ക് വർക്ക് ചെയ്യാനുള്ള നല്ല എനർജിയും പവറും കാര്യങ്ങളെല്ലാം ബോഡി നല്ല ഫിറ്റ് ആയിരിക്കണം. അതേപോലെ തന്നെ നമ്മുടെ മെന്റൽ ഹെൽത്ത് അല്ലേ, നമ്മുടെ മൈൻഡ് സെറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കണം? നല്ല പോസിറ്റീവ് ആയിരിക്കണം. നല്ല നല്ല അടിപൊളി ആശയങ്ങളൊക്കെ വന്നോലെ പണിയെടുക്കുമ്പോൾ. അല്ല നമ്മളിങ്ങനെ ഡെഡ് ആയ പോലെ ഇരുന്ന് കഴിഞ്ഞാൽ വലിയ റിസൾട്ട് ഒന്നും ഉണ്ടാവില്ല. യെസ്, അപ്പൊ എന്താ പറഞ്ഞേ? ഫിസിക്കലിയും അതേപോലെ തന്നെ മെന്റലിയും അടിപൊളിയായിട്ട് ഫിറ്റ് ആയ ഒരാളാണ് നല്ല 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 അടിപൊളിയായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ലേബർ ആവുള്ളൂ അല്ലെ. നോക്കാം, ശാരീരികവും മാനസികവുമായ കഴിവുകൾ ഉൽപാദനത്തിൽ ഉപയോഗിക്കുകയും അവയുടെ ജോലിക്ക് പ്രതിഫലം നേടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ലേബറിൽ നമുക്ക് പഠിക്കാനുള്ളത്. ക്യാപിറ്റൽ അഥവാ മൂലധനം. ക്യാപിറ്റൽ ഇസ് ദ വെൽത്ത് ആൻഡ് റിസോഴ്സസ് അല്ലേ. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? വെൽത്ത് ആണ്, അതേപോലെ റിസോഴ്സ് ആണ്. നമ്മുടെ കമ്പനിയുടെ എല്ലാ മെഷീനുകളും ബിൽഡിങ്ങും കെട്ടിടങ്ങളും അതേപോലെ തന്നെ എംപ്ലോയീസിന് കൊടുക്കുന്ന വേജും സാധനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സാധനം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ സേവനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി എംപ്ലോയീസിന് കൊടുക്കുന്ന വേജോ സാലറിയോ എന്തോ ആയിക്കോട്ടെ, ഇതെല്ലാം നമ്മൾ എഴുതിപ്പെടുന്നതാണ് ഈ പറഞ്ഞ ക്യാപിറ്റൽ അഥവാ മൂലധനത്തിൽ പെടുന്നതാണ്. ക്ലിയർ ആണോ? ഇനി ലാസ്റ്റ് വൺ നോക്കാം, ഓർഗനൈസേഷൻ അഥവാ സംഘടനയാണ്. ഓർഗനൈസേഷൻ മീൻസ് കോർഡിനേറ്റിംഗ് ലാൻഡ്, ലേബർ ആൻഡ് ക്യാപിറ്റൽ. ഈ പറഞ്ഞ ലാൻഡും ലേബറും ക്യാപിറ്റലും മൂന്നും കൂടി ഇതേപോലെ കോർഡിനേറ്റ് ചെയ്ത് ഏകോപിപ്പിച്ച് ഒരുമിച്ചിരിക്കുന്നതാണ് നമുക്ക് എന്ത് പറയാനുള്ളത്? ഈ പറഞ്ഞ ലേബർ അഥവാ ഓർഗനൈസേഷൻ എന്ന് പറയാനുള്ളത്. കോർഡിനേറ്റിംഗ് എന്നുള്ളതാണ്. ക്ലിയർ? ഇത്രയാണ് നമുക്ക് ഈ 4 എണ്ണത്തിനെ കുറിച്ചും ജസ്റ്റ് ഒരു തിയറി പോലെ പറയാനുള്ളത്. എക്സാമിന് നിങ്ങൾക്ക് വരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കിടക്കുന്നത്. ഓരോ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അഥവാ ഉൽപാദന ഘടകങ്ങളും അതിന്റെ പ്രതിഫലം അഥവാ റിവാർഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലാൻഡിന് കിട്ടുന്ന പ്രതിഫലം, ഭൂമിക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണ്? റെന്റ് അഥവാ വാടകയാണ്. ലേബർ, തൊഴിലാളിക്ക് കിട്ടുന്ന പ്രതിഫലം എന്താ? വേജസ് ആണ് അല്ലെ. വേതനം വേണ്ടേ? പണിയെടുത്താൽ പൈസ കിട്ടണം അല്ലെ. ഇനി ക്യാപിറ്റൽ അഥവാ മൂലധനത്തിന് ഇൻട്രസ്റ്റ് അഥവാ പലിശയാണ്. ഓർഗനൈസേഷൻ അഥവാ സ്ഥാപനത്തിന് കിട്ടുന്നത് പ്രോഫിറ്റ് അഥവാ ലാഭമാണെന്നുള്ളതാണ് അല്ലെ. അപ്പൊ വാട്ട് ആർ ദി ഡിഫറെന്റ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ? ഏതൊക്കെയാണ്? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. ഒന്നുകൂടി, ഭൂമി, തൊഴിലാളി, മൂലധനം, സ്ഥാപനം. ഇതിന്റെ പ്രതിഫലം ലാൻഡിന് എന്താണ്? റെന്റ് ആണ്. ലേബറിന് എന്താണ്? വേജസ് ആണ്. ക്യാപിറ്റൽ എന്താണ്? ഇൻട്രസ്റ്റ് അഥവാ പലിശയാണ്. ഓർഗനൈസേഷൻ അഥവാ സംഘടനയ്ക്ക് എന്താണ്? ലാഭമാണ് കേട്ടോ. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. നോട്ട് ചെയ്ത് വെച്ചോളൂ. കിട്ടിയില്ലേ? സെറ്റ് അല്ലേ? അപ്പൊ ഒന്ന് ഞാൻ പറഞ്ഞു, എക്കണോമിക് ആക്ടിവിറ്റീസിനെ തിരിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് കഴിഞ്ഞ് ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും അതിന്റെ റിവാർഡ്സും. ഓക്കെ, ഇനി മക്കളെ നിങ്ങൾക്ക് എക്സാമിന് ആക്ടിവിറ്റി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഈ ആക്ടിവിറ്റി ബേസ്ഡ് ക്വസ്റ്റ്യൻസിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ആസ് എ കൺസ്യൂമർ, ഒരു ഉപഭോക്താവ് എന്ന നിലയിൽ സാധനങ്ങൾ, ഓൾ റൈറ്റ്സ് ഡു വി ഹാവ് വൈൽ ഗുഡ്സ് ആൻഡ് യൂസിങ് സർവീസസ് അല്ലെ. നിങ്ങൾക്ക് എന്താണ് നിലയിൽ സാധനങ്ങൾ വാങ്ങുമ്പോഴും സേവനങ്ങൾ ഉപയോഗിക്കുമ്പോഴും എന്തെല്ലാം അവകാശങ്ങളാണുള്ളത്? എന്തെല്ലാം അവകാശങ്ങളാണ് നിങ്ങൾക്കുള്ളത്? റൈറ്റ് ടു ക്വാളിറ്റിക്കുള്ള റൈറ്റ് ഉണ്ട്. ആഫ്റ്റർ സെയിൽ സർവീസസ് അല്ലെ, ആഫ്റ്റർ സെയിൽ സർവീസസ് ഉണ്ട്. ക്രെഡിബിലിറ്റി ഉണ്ട്. റൈറ്റ് ടു അക്യുറസി ഇൻ മെഷർമെന്റ് ആൻഡ് വെയ്റ്റിംഗ്. എന്താണ്? നമ്മൾ ഒരു സാധനം മേടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ക്വാളിറ്റി നല്ല ക്വാളിറ്റി ആയിരിക്കണ്ടേ? മോശപ്പെട്ട ക്വാളിറ്റിയിലുള്ള ഒരു സാധനം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. നല്ല ക്വാളിറ്റി ഉള്ള ഒരു സാധനം കിട്ടാനുള്ള റൈറ്റ് ഉണ്ട് നമുക്ക്. ആഫ്റ്റർ സെയിൽ സാധനം സെല് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ബാക്കിയുള്ള സേവനങ്ങളും കാര്യങ്ങളും വരുന്നുണ്ട്. ക്രെഡിബിലിറ്റി വേണം. അതേപോലെ തന്നെ സാധനത്തിന്റെ കൃത്യമായ അളവും തൂക്കവും കാര്യങ്ങളും എല്ലാം അറിയാനുള്ള അവകാശം നമുക്ക് ഉണ്ട് എന്നുള്ളതാണ്. കിട്ടിയോ? ഇനി വാട്ട് ഓൾ തിങ്സ് ഹാവ് ടു ബി നോട്ടീസ്ഡ്. അതൊക്കെ നിങ്ങൾക്ക് ഒരു ആക്ടിവിറ്റി ലെവലിൽ ക്വസ്റ്റ്യൻസ് വരാം എക്സാമിന്. എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. നമുക്ക് ക്വിക്കായിട്ട് ഓടിച്ചു പോയേക്കാം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 2 കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ അങ്ങ് കഴിഞ്ഞു. നോക്കിക്കേ, ഇവിടെ നമ്മളൊരു ഫ്ലോ ചാർട്ട് പറഞ്ഞു അല്ലേ. ഈ ഫ്ലോ ചാർട്ട് ഒരു പ്രധാനപ്പെട്ട ഒന്നാണ്. ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് എക്കണോമിക് ആക്ടിവിറ്റീസ്, അത് കഴിഞ്ഞ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും അതിന്റെ റിവാർഡ്സും, പിന്നെ വരുന്നത് ഈ ഫ്ലോ ചാർട്ട് ആണ്. ഫ്ലോ ചാർട്ട് കൂടി നോക്കി വെച്ചേക്കണം, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞത് എന്താണ്? അത് കഴിഞ്ഞിട്ട് എക്കണോമിക് ആക്ടിവിറ്റീസ് അഥവാ സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്താന്ന് പറഞ്ഞു. ഈ സാമ്പത്തിക പ്രവർത്തനങ്ങളെ എത്രയായിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അല്ലെ. 3 പ്രൈമറി, സെക്കൻഡറി, ടെർഷറി അല്ലെ. പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ആക്ടിവിറ്റി നമ്മൾ ചെയ്തു. ഇതേപോലുള്ള ആക്ടിവിറ്റി നിങ്ങൾക്ക് എക്സാമിന് വരും.
നോട്ട് ചെയ്തേക്കുക. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞ നേരെ ഏതാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെ, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ അല്ലെ, ഭൂമി, അധ്വാനം, മൂലധനം, സംഘടന എന്നിവയാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അതിനെ നമ്മൾ പിന്നെതാ നോക്കുക, റിവാർഡ്സ് പ്രതിഫലം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അതിന്റെ ലാൻഡിന്റെ പ്രതിഫലം എന്താണ്? റെന്റ് ആണ്. ലേബർ അഥവാ തൊഴിലാളികൾക്ക് കിട്ടുന്ന പ്രതിഫലം വേജസ് അഥവാ വേതനമാണ്. ക്യാപിറ്റൽ മൂലധനത്തിന്റെ പ്രതിഫലം പലിശയാണ്. ഓർഗനൈസേഷന്റെ പ്രതിഫലം പ്രോഫിറ്റ് അഥവാ ലാഭമാണ് അല്ലെ. ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള കാര്യം. പിന്നെ ആക്ടിവിറ്റി ബേസ്ഡ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞു, ഒരു ഉപഭോക്താവ് എന്ന നിലയിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു പ്രൊഡക്റ്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, ഒരു സാധനം കടയിൽ നിന്ന് മേടിക്കുമ്പോൾ പ്രതീക്ഷിക്കുന്നത് എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞു. അതും ഒരു ആക്ടിവിറ്റി ബേസ്ഡ് ക്വസ്റ്റൻ ആയിട്ട് എക്സാമിന് വരാൻ സാധ്യതയുള്ളതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളും എല്ലാവരും അടിപൊളിയായിട്ടിരുന്ന് പഠിക്കുക. യെസ്, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ചാപ്റ്റർ ആയിട്ട് കാണാം. അപ്പൊ എല്ലാവർക്കും ബൈ.